നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറബ് നാട്ടിൽ മരണമടയുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകനാണ് അഷ്റഫ് താമരശ്ശേരി. അദ്ദേഹം പലപ്പോഴും ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന പ്രവാസികളുടെ കുറിപ്പുകൾ ഹൃദയഭേദകമാണ്. ഈ കുറിപ്പുകൾ പലപ്പോഴും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ജോലി തേടി മൂന്നാമത്തെ വിസിറ്റ് വിസ എടുത്ത യുഎയിലെത്തി മൂന്നാം ദിവസം മരണപ്പെട്ട യുവാവിനെ കുറിച്ച് എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. 2 തവണ വിസിറ്റ് വിസയിൽ വന്നിട്ടും ജോലി ശരിയാകാതെ വിഷമിച്ച അവസ്ഥയിലായിരുന്നു യുവാവ്. 2ാമത്തെ വിസിറ്റ് വിസ തീരാനിരിക്കെയാണ് ഒരു ജോലി സാധ്യത ഒത്തുവരുന്നത്. 3ാമത്തെ വിസിറ്റ് വിസ എടുത്ത് വന്നിറങ്ങിയ 3ാം ദിവസം മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് അഷ്റഫ് താമരശ്ശേരി പറഞ്ഞു. യുവാവിന്റെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്താതെയാണ് അദ്ദേഹം ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടവരിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ജീവിതോപാധി തേടി പ്രവാസ ലോകത്ത് എത്തിയ ഒരു പാവം മനുഷ്യൻ. 2 തവണ വിസിറ്റ് വിസയിൽ വന്നിട്ടും ജോലിയൊന്നും ശരിയാകാതെ ഏറെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 2ാമത്തെ വിസിറ്റ് വിസ തീരാനിരിക്കെയാണ് ഒരു ജോലി സാധ്യത ഒത്തുവരുന്നത്. 3ാമതൊരു വിസിറ്റ് വിസ കൂടി എടുക്കേണ്ടി വന്നു ആ ജോലിക്ക്. ഏറെ പ്രതീക്ഷകളോടെ ജോലിക്കായി 3ാമത്തെ വിസിറ്റ് വിസ എടുത്ത വന്നിറങ്ങിയ 3ന്റെ അന്ന് മരണം അദ്ദേഹത്തെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആശങ്കകളും പ്രതീക്ഷകളും ഇല്ലാത്ത ഒരു ലോകത്തേക്ക്, അലാറം വിളിച്ചുണർത്താത്ത ഉറക്കത്തിന്റെ ലോകത്തേക്ക്. ഒരുപാട് പ്രതീക്ഷകളും കാത്തിരിപ്പുകളും മാത്രം ബാക്കിയായി. പ്രാർത്ഥനകളാൽ കാത്തിരിക്കുന്ന രക്ഷിതാക്കളെ വിട്ട് അങ്ങേ തലയ്ക്കൽ ഒരു വിളി കാത്തിരിക്കുന്ന പ്രിയതമയെ ബാക്കിയാക്കി. അത്തറ് മണക്കുന്ന പുത്തനുടുപ്പും കളിപ്പാട്ടങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബാക്കിയാക്കി അയാൾ യാത്രയായി. ഇനി അയാൾ തന്റെ പ്രിയപ്പെട്ട വീട്ടുമുറ്റത്ത് ചെന്ന് കയറുന്നത് വെള്ള പുതച്ച് നിശ്ചലനായി മാത്രം. ആലോചിക്കാൻ പോലുമാകാത്ത അവസ്ഥ. ഈ സാഹചര്യം നമുക്കാർക്കും വരാതിരിക്കട്ടെ. ദൈവം തമ്പുരാൻ ഇത്തരം അവസ്ഥകളെ തൊട്ട് നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയ പ്രിയ സഹോദരന്മാർക്ക് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഏവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. എന്തായാലും പ്രവാസികളുടെ മനസ്സുകളെ പിടിച്ചുലച്ച ഒരു കുറിപ്പ് തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.